കായിക സ്വപ്നങ്ങൾക്ക് പുതുജീവൻ നൽകിക്കൊണ്ട് വടക്കാഞ്ചേരി സ്പോർട്സ് ഗ്രൗണ്ട് സജ്ജമായി. കായിക വികസന വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപയും വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപയും വിനിയോഗിച്ചാണ് 1 കോടി രൂപ ചെലവിൽ അത്യാധുനിക ഗ്രൗണ്ട് യാഥാർത്ഥ്യമായിരിക്കുന്നത്. ഗ്രൗണ്ടിനെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയും ആധുനിക സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. യുവതലമുറയ്ക്ക് മികച്ച പരിശീലനവും മത്സര സൗകര്യങ്ങളും ലഭ്യമാക്കുന്നതിനെയാണ് പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കായിക വകുപ്പ് മന്ത്രി വി അബ്ദുൾ റഹ്മാൻ ഓൺലൈൻ മുഖേനയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതി എന്നുള്ളത് ഇന്ത്യയിൽ ആദ്യമായി കേരളം നടപ്പാക്കിയിട്ടുള്ള ഒന്നാണ്. രാജ്യത്ത് ആദ്യമായാണ് എല്ലാ പഞ്ചായത്തിലും കളിക്കളം നിർമ്മിക്കണമെന്ന ഈ പദ്ധതി നമ്മൾ നടപ്പിലാക്കി. ഇന്ന് കേരളത്തിൽ 165 പഞ്ചായത്ത് ഒഴികെ ബാക്കി എല്ലാ പഞ്ചായത്തുകളിലും കളിക്കളമുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ പദ്ധതിക്കപ്പുറം തന്നെ വടക്കാഞ്ചേരി മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം കായിക മേഖലയിൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു MLA കൂടിയാണ് സേവ്യർ ചിറ്റിലപ്പള്ളി. അത് മാത്രമല്ല, വികസന പ്രവർത്തനങ്ങളായാലും അതോടൊപ്പം തന്നെ ക്ഷേമ പ്രവർത്തനങ്ങളായാലും എല്ലാത്തിലും വളരെ മുൻപിൽ നിൽക്കുന്ന ഒരു MLA കൂടിയാണ്. കായിക വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പൂരനിലാവ് നടക്കുകയാണ്, എങ്കേക്കാടാണെങ്കിൽ ഉത്സവ രാവ് നടക്കുകയാണ്, അമ്പലത്തിലെ പരിപാടികൾ നടക്കുകയാണ്, നോമ്പ് തുറ അതിൻ്റെ ഭാഗമായി അത് നടന്നുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം നടക്കുന്നതിനിടയിൽ തന്നെയാണ് നമ്മുടെ ഗ്രൗണ്ടിൻ്റെ 1ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം, അതിൻ്റെ പ്രഖ്യാപനം നടക്കുന്നത്. ഞാൻ 1ാം ഘട്ടം എന്ന് സൂചിപ്പിക്കുമ്പോൾ നമുക്കറിയാം, നമുക്ക് പല കാര്യങ്ങളെ സംബന്ധിച്ചും പല തരത്തിലുള്ള കൺസെപ്റ്റുകളാണുള്ളത്. വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിനെ സംബന്ധിച്ച് ഈ നാട്ടുകാരൻ എന്ന നിലയ്ക്കും ഈ ഗ്രൗണ്ടിൽ വളരെ ചെറുപ്പം മുതൽ കളിച്ചു വളർന്ന ആൾ എന്ന നിലയ്ക്കും ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ 95 മുതൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിലും വ്യക്തിപരമായി എനിക്കൊരു കാഴ്ചപ്പാടുണ്ട്, രാഷ്ട്രീയമായിട്ടും എനിക്കൊരു കാഴ്ചപ്പാട്. നേരത്തെ ഇവിടെ PN സുരേന്ദ്രനെ പോലെയുള്ള ഇത്രയും കാലം തന്നെ പൊതുപ്രവർത്തനാനുഭവമുള്ളവര്. സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മുഹമ്മദ് അഷ്റഫ് APM ചടങ്ങിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഞാനിവിടെ വായിക്കാം. കായിക മേഖലയിലെ പശ്ചാത്തല സൗകര്യ വികസനത്തിന് കേരള സർക്കാർ വിവിധ പദ്ധതികളാണ് നടപ്പിലാക്കി വരുന്നത്. ഗ്രാമീണ തലത്തിൽ കളിക്കളങ്ങൾ, ആധുനിക സൗകര്യങ്ങളോട് കൂടിയ സ്റ്റേഡിയങ്ങൾ, സിന്തറ്റിക് വടക്കാഞ്ചേരി വൈസ് ചെയർപേഴ്സൺ PN സുരേന്ദ്രൻ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല മോഹനൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KP മദനൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന ശശി, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PG സനീഷ്, വടക്കാഞ്ചേരി നഗരസഭ കൗൺസിലർമാരായ KV സതീഷ്, MM മഹേഷ്, MU കബീർ, സെലക്ട് മുഹമ്മദ്, വടക്കാഞ്ചേരി പ്രസ് ക്ലബ് പ്രസിഡന്റ് അജീഷ് കർക്കിടകത്ത്, മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ, വ്യാപാരി വ്യവസായി സമിതി വടക്കാഞ്ചേരി യൂണിറ്റ് പ്രസിഡന്റ് KV വത്സലകുമാർ, ആക്ട്സ് പ്രസിഡന്റ് VV ഫ്രാൻസിസ്, ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സുനിത ജോൺ, ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ്മിസ്ട്രസ് AM സീമ, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ലതീഷ് ആർനാഥ്, PTA പ്രസിഡന്റ് പുഷ്പരാജൻ, അഡ്വക്കേറ്റ് NS മനോജ്, OSA പ്രസിഡന്റ് AK സതീഷ് കുമാർ, വടക്കാഞ്ചേരി നഗരസഭാ സെക്രട്ടറി വിനീത് KM തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. വടക്കാഞ്ചേരിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കായിക കേന്ദ്രമാണ്. എല്ലാ കാലഘട്ടത്തിലും നമ്മുടെ ഗ്രൗണ്ടിനെ സംരക്ഷിക്കണം, ഗ്രൗണ്ടിൽ കായിക പരിപാടികൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരം ഉണ്ടാക്കണം എന്നൊക്കെ തന്നെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിരവധിയായിട്ടുള്ള പ്രതിഷേധങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്.